ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. വഖഫ് നിയമ ഭേദഗതിയിൽ കേന്ദ്ര സർക്കാർ 7 ദിവസത്തിനുള്ളിൽ നിലപാട് അറിയിക്കണമെന്ന് സുപ്രീം കോടതി. കേസ് അടുത്ത മാസം 5-ന് പരിഗണിക്കും. ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്ക് സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതിയുടെ വിധിയെ ചോദ്യം ചെയ്ത് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ. യമുന നദിയുടെ പുനരുജ്ജീവന പദ്ധതികളെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ റെക്കോർഡ് നേട്ടവുമായി ഇന്ത്യ. കഴിഞ്ഞ സാമ്പത്തിക വർഷം രാജ്യം നടത്തിയത് 2 ലക്ഷം കോടി രൂപയുടെ കയറ്റുമതി. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങൾക്ക് ഈ മാസം 21-ന് കാസർഗോഡ് തുടക്കമാകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. യേശുക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെ ഓർമ്മ പുതുക്കി നാളെ ദുഃഖവെള്ളി. പെസഹ വ്യാഴം ആചരിച്ച് രാജ്യത്തെ ക്രൈസ്തവ വിശ്വാസികൾ. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ മുംബൈ ഇന്ത്യൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ ബാറ്റിംഗിനയച്ചു. വാർത്തകൾ വിശദമായി. 2025-ലെ വഖഫ് ഭേദഗതി നിയമത്തിന്റെ ഭരണഘടനാ സാധുതയെ ചോദ്യം ചെയ്തും സ്റ്റേ ആവശ്യമുന്നയിച്ചുമുള്ള ഹർജികളിൽ 7 ദിവസത്തിനുള്ളിൽ കേന്ദ്ര സർക്കാർ മറുപടി സമർപ്പിക്കണമെന്ന് സുപ്രീം കോടതി. വഖഫ് നിയമപ്രകാരം കേന്ദ്ര വഖഫ് കൌൺസിലിലേക്കോ സംസ്ഥാന വഖഫ് ബോർഡുകളിലേക്കോ അടുത്ത വാദം കേൾക്കുന്നതുവരെ പുതിയ നിയമനങ്ങൾ നടത്തില്ലെന്ന് കേന്ദ്രത്തിനു വേണ്ടി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ഉറപ്പു നൽകി. രജിസ്റ്റർ ചെയ്തതോ വിജ്ഞാപനം വഴി വഖഫായി പ്രഖ്യാപിച്ചതോ ഉൾപ്പെടെയുള്ള ഒരു വഖഫ് സ്വത്തും ഈ കാലയളവിൽ നോട്ടിഫൈ ചെയ്യില്ലെന്നും കേന്ദ്രം സുപ്രീം കോടതിയെ അറിയിച്ചു. മെയ് 5-നാണ് ഇനി കേസ് പരിഗണിക്കുക. ഹർജികളുടെ എണ്ണം കൂടിയതിനാൽ 5 പ്രധാന കേസുകളാകും മെയ് 5-ന് പരിഗണിക്കുകയെന്ന് കോടതി വ്യക്തമാക്കി. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, ജസ്റ്റിസുമാരായ സഞ്ജയ് കുമാർ, KV വിശ്വനാഥൻ എന്നിവരടങ്ങുന്ന 3-അംഗ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്ക് സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതിയുടെ സമീപകാല വിധിയെ ചോദ്യം ചെയ്ത് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ. ഇന്ത്യൻ രാഷ്ട്രപതിയോട് കോടതിക്ക് നിർദ്ദേശിക്കാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ജഡ്ജിമാർ നിയമനിർമ്മാണം നടത്തുകയും അത് നടപ്പിലാക്കുകയും സൂപ്പർ പാർലമെന്റായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ജനാധിപത്യത്തിനായി ഇന്ത്യ ഇതുവരെ ആവശ്യമുയർത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ രാജ്യസഭാ ഇന്റേണുകളുടെ 6ാം ബാച്ചിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അധികാരം പ്രയോഗിക്കുന്നയാൾ കരുതലും സൂക്ഷ്മതയും പുലർത്തണമെന്നും ശ്രീ ധൻകർ അഭിപ്രായപ്പെട്ടു. We cannot have situation where you direct President of India. And on what basis? The only right you have under the Constitution is to interpret the Constitution under Article 145(3). യമുന നദിയുടെ ശുചീകരണത്തിനും പുനരുജ്ജീവനത്തിനുമുള്ള പദ്ധതികൾ ചർച്ച ചെയ്യുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ അവലോകന യോഗം ചേർന്നു. നദിയുടെ ശുചീകരണത്തിനായി ഏജൻസി തിരിച്ചുള്ള കർമ്മ പദ്ധതി യോഗത്തിൽ അവലോകനം ചെയ്തു. അഴുക്കുചാലുകളിലെ ഒഴുക്ക് അളക്കുന്നതിനും മലിനജല സംസ്കരണ പ്ലാന്റുകളുടെ പ്രവർത്തനം നിരീക്ഷിക്കുന്നതിനും മികച്ച സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സൂക്ഷ്മതലത്തിൽ തൽസ്ഥിതി വിവരശേഖരണം നടത്തണമെന്ന് ശ്രീ മോദി നിർദ്ദേശിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ജലശക്തി മന്ത്രി CR പാട്ടീൽ, ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ സ്മാർട്ട് ഫോൺ കയറ്റുമതി 2 ലക്ഷം കോടി രൂപ റെക്കോർഡ് നിലവാരത്തിലെത്തിയതായി കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രി അശ്വിനി വൈഷ്ണവ്. 2013-14 കാലത്ത് രാജ്യത്തിന്റെ സ്മാർട്ട് ഫോൺ കയറ്റുമതി 167-ാം സ്ഥാനത്തായിരുന്നുവെന്നും ഇപ്പോൾ അത് 1-ാം സ്ഥാനത്തെത്തിയതായും അദ്ദേഹം സമൂഹ മാധ്യമ പോസ്റ്റിൽ കുറിച്ചു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ ആദ്യ 10 മാസങ്ങളിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കയറ്റുമതിയായാണ് സ്മാർട്ട് ഫോണുകൾ ഉയർന്നു വന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ മേഖലയിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്കായി ലക്ഷക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു. 2026 മാർച്ച് 31-ഓടെ രാജ്യത്ത് നിന്ന് നക്സലിസം പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഈ ലക്ഷ്യത്തിനായി CRPF ജവാന്മാർ വഹിക്കുന്ന പങ്ക് സുപ്രധാനമാണെന്നും അദ്ദേഹം പറഞ്ഞു. CRPFന്റെ 86ാമത് സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് മധ്യപ്രദേശിലെ നീമൂച്ചിൽ നടന്ന പരേഡിൽ പങ്കെടുക്കുകയായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി. ഇന്ത്യയും ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസും ഇന്ന് ന്യൂഡൽഹിയിൽ കരാറിൽ ഒപ്പുവെച്ചു. കിഴക്കൻ മേഖലയുടെ ചുമതലയുള്ള വിദേശകാര്യ സെക്രട്ടറി P. കുമരനും IBCA ഡയറക്ടർ ജനറൽ ഡോക്ടർ SP യാദവുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. കരാർ പ്രകാരം 2023-24 മുതൽ 2028-29 വരെയുള്ള 5 വർഷത്തേക്ക് ഒരു സഞ്ചിത നിധി സൃഷ്ടിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുന്നതിനും ചെലവുകൾ നിറവേറ്റുന്നതിനുമായി സർക്കാർ IBCAക്ക് 150 കോടി രൂപയുടെ ബജറ്റ് പിന്തുണ നൽകും. രാജ്യത്തെ പ്രതിരോധ ഉൽപ്പാദനം 2014-ലെ 40,000 കോടി രൂപയിൽ നിന്ന് ഇന്ന് 1,27,000 കോടി രൂപയിലധികമായി ഉയർന്നതായി രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ്.
2029 3 ലക്ഷം കോടി രൂപയുടെ പ്രതിരോധ ഉപകരണങ്ങൾ നിർമ്മിക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ നടന്ന ഡിഫൻസ് കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. हमारा लक्ष्य है भारत को एक ऐसा देश बनाना जो न केवल अपनी रक्षा जरूरतें खुद पूरी कर सके बल्कि दुनिया की जरूरतों को भी पूरा करने में पूरा सहयोग कर सके. मेक इन इंडिया फॉर द वर्ल्ड, इस विजन के साथ भी हम लोग काम कर रहे हैं. आज भारत का डिफेंस सेक्टर ग्लोबल सप्लाई चेन्स को रेजिलिएंट बनाने में बड़ी महत्वपूर्ण भूमिका निभाने के लिए तैयार है. और आज भारत का डिफेंस सेक्टर जहां सेल्फ रिलायंस के रास्ते पर आगे बढ़ रहा है, वहीं ग्लोबल सप्लाई चेन्स को भी रेजिलिएंट बनाने में बहुत ही महत्वपूर्ण भूमिका निभाने को तैयार. പ്രതിരോധ മേഖലയുടെ പുനരുജ്ജീവനവും ശക്തിപ്പെടുത്തലും സർക്കാരിന്റെ ഏറ്റവും വലിയ മുൻഗണനകളിലൊന്നാണെന്ന് രാജ്യരക്ഷാ മന്ത്രി പറഞ്ഞു. യേശുക്രിസ്തു തന്റെ ശിഷ്യരോടൊത്ത് അന്ത്യ അത്താഴം പങ്കിട്ടതിന്റെ ഓർമ്മ പുതുക്കി പെസഹ വ്യാഴം ആചരിച്ച് ക്രൈസ്തവ വിശ്വാസികൾ. രാജ്യത്തെ വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിൽ വിശുദ്ധ കുർബാനയും കാൽ കഴുകൽ ശുശ്രൂഷകളും നടന്നു. യേശുക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെ ഓർമ്മ പുതുക്കി വിശ്വാസികൾ നാളെയാണ് ദുഃഖവെള്ളി ആചരിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം 21-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കാസർഗോഡ് നിർവഹിക്കും. എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെയും ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കും. ചടങ്ങിൽ മന്ത്രി കെ രാജൻ അധ്യക്ഷത വഹിക്കും. ഈ മാസം 21 മുതൽ മെയ് 30 വരെ വിപുലമായ പരിപാടികളോടെയാണ് വാർഷികാഘോഷം സംഘടിപ്പിക്കുന്നത്. വാർഷികാഘോഷ പരിപാടിയുടെ സമാപനം തിരുവനന്തപുരത്ത് നടക്കും. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സാങ്കേതിക പുരോഗതിയെയും ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിലെ അതിന്റെ നിർണായക പങ്കിനെയും പ്രശംസിച്ച് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഏഷ്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഓഹരി വിപണിയായ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ 150ാം വാർഷികാഘോഷ വേളയിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുകയായിരുന്നു ധനമന്ത്രി. ചടങ്ങിൽ കേന്ദ്ര ധനമന്ത്രി BSE 150 സൂചിക പുറത്തിറക്കി. സർക്കാർ ബജറ്റിന്റെ ശ്രദ്ധ സമൂല വളർച്ചയിലാണെന്ന് ധനമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ മൂലധന വിപണികൾ വൈവിധ്യപൂർണവും ആഗോളതലത്തിൽ സംയോജിതവും സുരക്ഷിതവും സുസ്ഥിരവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായിരിക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു. For India's capital markets extends beyond scale. We are building markets that are inclusive, accessible and resilient. We envision the Indian capital markets that are deep and diverse, globally integrated, digitally secure and sustainable and inclusive. BSEയുടെ വിപണന മൂലധനം 400 ലക്ഷം കോടി രൂപയിലെത്തിയെന്നും ഇത് ലോകത്തിലെ ഏറ്റവും മികച്ച ഓഹരി വിപണികളിലൊന്നായി മാറിയെന്നും ധനമന്ത്രി ചൂണ്ടിക്കാട്ടി. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് മത്സരം പുരോഗമിക്കുന്നു. ടോസ് നേടിയ മുംബൈ ഇന്ത്യൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ ബാറ്റിംഗിന് അയച്ചു. മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് മത്സരം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അടുത്ത മാസം 2-ന് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിക്കുമെന്ന് തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ അറിയിച്ചു. ഇത് സംബന്ധിച്ച അറിയിപ്പ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിച്ചതായും മന്ത്രി പറഞ്ഞു. 2024 ജൂലൈ 13 മുതലാണ് വിഴിഞ്ഞം തുറമുഖത്ത് ട്രയൽ അടിസ്ഥാനത്തിൽ കപ്പലുകൾ വന്നു തുടങ്ങിയത്. പഞ്ചാബിൽ കഴിഞ്ഞ മാസം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുടെ വീട്ടിൽ നടന്ന ഗ്രനേഡ് ആക്രമണവുമായി ബന്ധപ്പെട്ട് ജലന്ധർ പോലീസ് ഒരു ജവാനെ അറസ്റ്റ് ചെയ്തു. ജമ്മു കശ്മീരിൽ നിയമിതനായ ജവാനെ ഇന്ന് ജലന്ധർ കോടതിയിൽ ഹാജരാക്കി. 5 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഹരിയാനയിലെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാദ്രയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്നും ചോദ്യം ചെയ്തു. തുടർച്ചയായ 3-ാം ദിവസമാണ് ED അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നത്. ശ്രീ വാദ്രയുടെ കമ്പനി ഗുരുഗ്രാമിൽ ഭൂമി വാങ്ങിയതുമായി ബന്ധപ്പെട്ടാണ് കേസ്. പ്രധാന വാർത്തകൾ വീണ്ടും. വഖഫ് നിയമ ഭേദഗതിയിൽ കേന്ദ്ര സർക്കാർ 7 ദിവസത്തിനുള്ളിൽ നിലപാട് അറിയിക്കണമെന്ന് സുപ്രീം കോടതി. കേസ് അടുത്ത മാസം 5-ന് പരിഗണിക്കും. ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്ക് സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതിയുടെ വിധിയെ ചോദ്യം ചെയ്ത് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ. യമുന നദിയുടെ പുനരുജ്ജീവന പദ്ധതികളെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ റെക്കോർഡ് നേട്ടവുമായി ഇന്ത്യ. കഴിഞ്ഞ സാമ്പത്തിക വർഷം രാജ്യം നടത്തിയത് 2 ലക്ഷം കോടി രൂപയുടെ കയറ്റുമതി. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങൾക്ക് ഈ മാസം 21-ന് കാസർഗോഡ് തുടക്കമാകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. യേശുക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെ ഓർമ്മ പുതുക്കി നാളെ ദുഃഖവെള്ളി പെസഹ വ്യാഴം ആചരിച്ച് രാജ്യത്തെ ക്രൈസ്തവ വിശ്വാസികൾ. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ മുംബൈ ഇന്ത്യൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ ബാറ്റിംഗിന് അയച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35-ന്.